ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം മാറ്റിക്കളയുന്ന, അള്ളാഹു ദീർഘായുസ് തരുന്ന, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരുമെന്ന് പറഞ്ഞ, കണ്ണീറുകൾ, സിഹറുകൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റാൻ കഴിവുള്ള പരിശുദ്ധമായ ഖുർആനിലെ 2 ആയത്തുകളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിഷങ്ങൾ തീണ്ടാതിരിക്കാൻ, വന്യജീവികളുടെ വിഷങ്ങൾ തീണ്ടാതിരിക്കാൻ, ജീവിതത്തിന്റെ കടങ്ങൾ മാറിക്കിട്ടാൻ, ഏത് ബുദ്ധിമുട്ടാണോ മനസ്സിൽ കരുതുന്നത് അതെല്ലാം മാറിക്കിട്ടാൻ കഴിയുന്ന, പരീക്ഷകളിൽ വിജയിക്കുന്ന, ഇന്റർവ്യൂകൾ വിജയിക്കുന്ന, ഗർഭിണികൾക്ക് അതീവ സുരക്ഷ കൊടുക്കുന്ന, ഫർള് നമസ്കാര ശേഷം ഒരു തവണ ചൊല്ലിയാൽ തന്നെ 7ഓളം പ്രതിഫലം കിട്ടുന്ന അത്ഭുതകരമായ ഒരു ആയത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആയുസ്സും ആരോഗ്യം എന്ന റബ്ബിനാണ് സർവസ്തുതി. എല്ലാവരും ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അല്ലാഹ് കബൂലാക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ ശനിയാഴ്ച ദിവസവും നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട ആയത്തുകളുടെയോ സൂറത്തുകളുടെയോ ഒക്കെ മഹത്വമാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു ആയത്തിനെ പറ്റിയാണ് പഠിക്കുന്നത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാണ്. ഖുർആൻ മുറുകെ പിടിച്ചാൽ വിജയിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ആയത്തിനെ പറ്റി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് ആയത്തിനെ പരിചയപ്പെടുത്തി നമ്മൾ അവസാനിപ്പിക്കും. വിശദമായി ചർച്ച ചെയ്യുന്നില്ല. വളരെ കുറഞ്ഞ സമയം, കൂടുതൽ കാര്യങ്ങൾ നീട്ടിപ്പരത്തി പറയാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന മജ്ലിസാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. ഈ സദസ്സ് അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, അല്ലാഹു ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ആയത്ത് പാരായണം ചെയ്യുന്ന ആളിന്റെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14ഓളം ഗുണങ്ങളുണ്ട്, നേട്ടങ്ങളുണ്ട്. അപ്പൊ ഒന്നാമത്തത് തന്നെ, ഈ മനുഷ്യന്റെ ഓതുന്നവന്റെയും അള്ളാന്റെയും ഇടയിൽ മറയില്ല. ഇബ്ലീസിന് അവിടെ പ്രവേശനമില്ല, നോ അഡ്മിഷനാണ്. ഇബ്ലീസിന് അവിടെ പ്രവേശനമില്ല. ഇബ്ലീസിന് അങ്ങോട്ട് കയറാനും കഴിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ, നമ്മൾ എവിടെയെങ്കിലും, രണ്ടാമത്തത്, നമ്മൾ എങ്ങോട്ടെങ്കിലും, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവാണ്, നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവാം, നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നു, മദ്രസയിൽ പോകുന്നു. ഇന്ന് മദ്രസയിൽ പോകുന്ന കുട്ടികളെ തെരുവു നായകൾ കടിക്കുന്നു, വാഹനങ്ങൾ മറിയുന്നു, അങ്ങനെ അപകടങ്ങൾ പെരുകയാണ്. നമ്മുടെ മക്കൾ പോകുമ്പോ തലയിൽ കൈവച്ച് ഈ ആയത്ത് നമ്മൾ ഓതിയാൽ തിരിച്ചു വരുന്നതുവരെ ആ മക്കൾക്ക് മരണം സംഭവിക്കൂല, അപകടങ്ങൾ സംഭവിക്കൂല. നമ്മൾ പോവാണ്, നമുക്കും ഇങ്ങനെ ചെയ്ത് തലയിൽ കൈവച്ച് ഓതിയാൽ അപകടങ്ങൾ അല്ലാഹു തരില്ല എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്ന അത്ഭുതത്തിന്റെ സുരക്ഷയുടെ കവചമുള്ള ആയത്ത്. അതുപോലെ ഒരു ദിവസം നമ്മൾ 41 തവണ, ഒരു ദിവസം 40 തവണ ഇത് പതിവാക്കിയാൽ രഹസ്യങ്ങൾ പലതും അല്ലാഹു നമ്മുടെ ഖൽബിൽ തോന്നിക്കുന്ന ഇൽഹാമിയായി അത്ഭുതങ്ങളുടെ കലവറ അള്ളാഹു തുറന്നു കാട്ടുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. ഞാൻ വേഗം പറഞ്ഞു പോവാണ്. നാലാമത്തത്, നമ്മൾ പൈസ കൊണ്ടുവരും. പൈസ കൊണ്ടുവന്ന് ചിലപ്പോൾ എന്ത് ചെയ്യും? മേശക്കകത്ത് വെക്കും, ചിലപ്പോൾ ടെപ്പിക്കകത്തിട്ട് വെക്കും, ടിന്നിനകത്തിട്ട് വെക്കും, ചിലപ്പോൾ നമ്മുടെ അലമാരിക്കകത്ത് സൂക്ഷിക്കും, സ്വർണം കൊണ്ട് ഊരി വെക്കും. ഇതെല്ലാം നമ്മൾ വെക്കും. പലരും സ്വർണം കൊണ്ട് വെച്ചു, പൈസ കാണുന്നില്ല, മാല കൊണ്ടുവച്ച് ഊരി വെച്ച് കാണുന്നില്ല, പൈസ കാണുന്നില്ല എന്ന് പരാതി പറയുന്നവർ. നമ്മൾ വിലപിടിപ്പുള്ള എന്ത് വസ്തുക്കൾ എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്നതിന് മുമ്പ് ഈ ഒരു ആയത്ത് നമ്മൾ ഓതിയാൽ, ഈ ആയത്ത് നമ്മൾ ഓതിയിട്ട് അവിടെ കൊണ്ടുവച്ചാൽ അത് സുരക്ഷിതമാണ്. കള്ളന്മാരെടുക്കൂല, നഷ്ടപ്പെട്ടു പോകൂല, മോഷണം പോകൂല എന്ന് അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമുക്ക് തേള് കടിക്കുക, ചിലന്തി കടിക്കുക, അല്ലെ, വിഷമേൽക്കാന്നൊക്കെ പറയില്ലേ, തേള്, അങ്ങനെയുള്ള വിഷലിപ്തമായ ജീവികൾ നമ്മളെ കടിച്ചാൽ ചികിത്സിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതിനോടൊപ്പം 66 വട്ടം ഈ ആയത്ത് ഓതിയിട്ട് അവിടെ ഊതിയാൽ നമ്മൾ കഴിക്കുന്ന മരുന്നാകട്ടെ, ഇടുന്ന മരുന്നാകട്ടെ, അതിന് ശമനമുണ്ടാകും, വിഷം ഉള്ളിലേക്ക് പ്രവേശിക്കൂല എന്ന് മഹാരഥന്മാർ. എന്ന് കരുതി വിഷം പാമ്പ് കടിച്ചു ഹോസ്പിറ്റലൊന്നും പോകണ്ട, ഉസ്താദ് പറഞ്ഞു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ചെയ്യുന്ന ചികിത്സ ഫലം ഉണ്ടാവണം. രോഗം വന്നാൽ ചികിത്സിക്കണം. നമ്മൾ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ചികിത്സ ചെയ്യണം. നമ്മൾ വലിയ മുത്തവക്കലിങ്ങളൊന്നും അല്ല. പനി വന്നാൽ നമ്മൾ ആശുപത്രിയിൽ പോകണം. അങ്ങനെ ബുദ്ധിമുട്ട് വന്നാൽ ആശുപത്രി തന്നെ പോകണം. ആ ചികിത്സയോടൊപ്പം ആത്മീയ ചികിത്സയും വേണം. റബ്ബിന്റെ സഹായം കൂടി ഉണ്ടാവണമല്ലോ. അങ്ങനെ 66 തവണ നമ്മൾ ഓതിയാൽ അത് അപകട മേഖല തരണം ചെയ്യുമെന്നാണ്. അതോടൊപ്പം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് 11 വട്ടം നമ്മൾ ഓതിയിട്ട് കിടന്നാൽ സുബഹി വരെ ഒന്നും സംഭവിക്കൂല.
സുബഹി വരെ ഒന്നും സംഭവിക്കൂല, ഒരു മുസീബത്ത് നമുക്ക് വരില്ല. അതോടൊപ്പം മറ്റൊന്ന്, ഏഴാമത്തെ നേട്ടം, ഒരു ദിവസം 99 തവണ ഇത് പതിവാക്കണം. 99 തവണ ഇത് ദിവസവും പതിവാക്കിയാൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കാണാതെ മരിക്കില്ല എന്ന് മഹാരഥന്മാർ. ഉറപ്പായും മരണത്തിന് മുമ്പ് മുത്തുനബി തങ്ങൾ അവന്റെ കിനാവിൽ വരുമെന്നാണ്. അതോടൊപ്പം എട്ടാമത്തത്, എല്ലാ വ്യാഴാഴ്ച രാത്രി, അതായത് വെള്ളിയാഴ്ച രാവിലെ 11 വട്ടം മഗ്രിബ് നമസ്കാരം കഴിഞ്ഞവൻ പതിവാക്കിയാൽ സിഹിർ, കണ്ണേറ്, വെളിദോഷം, പ്രാക്ക് അങ്ങനെ തുടങ്ങിയുള്ള ഒരു ബുദ്ധിമുട്ടും അസൂയ ഒന്നും അവന്റെ ജീവിതത്തിലോ സമ്പത്തിലോ കച്ചവടത്തിലോ ഒന്നിലും അള്ളാഹു കൊടുക്കൂല. ആളുകളുടെ അപകടം, ആളുകളുടെ എല്ലാ ബുദ്ധിമുട്ട് ഇടങ്ങേറുകളെ തൊട്ട് അവന് കാവല് കൊടുക്കുമെന്നാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നത്. എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലും 11 വട്ടം പതിവാക്കിയാൽ. ഇനിയോ വെള്ളിയാഴ്ച ജുമഅയുടെ ബാങ്കിനും ജുമഅ നമസ്കാരത്തിന് ഇടയിലായി ഒരു മനുഷ്യൻ ഇത് 99 തവണ പതിവാക്കിയാൽ അവൻ അറിയാത്ത മാർഗത്തിലൂടെ സമ്പത്ത് അല്ലാഹു കൊടുക്കും. അത് കച്ചവടം ചെയ്യുന്നവരാകട്ടെ, കൂലിപ്പണി എടുക്കുന്നവരാകട്ടെ, ഏത് ജോലിയാകട്ടെ, അള്ളാഹു അവന് വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഹലാലായ സമ്പത്ത് അള്ളാഹ് എത്തിച്ചു കൊടുക്കും അത്രേ. അതോടൊപ്പം 10ാമത്തെ നേട്ടം, നമ്മൾ പരീക്ഷ എഴുതാൻ പോകും, നമ്മുടെ മക്കൾ ഇന്റർവ്യൂവിന് പോകും, PSC ടെസ്റ്റിന് പോകും, അങ്ങനെ പല ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകും. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഹലാലായ ജോലിയാണെങ്കിൽ, ഹലാലായ സമ്പാദ്യമാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പോകുന്നതിന് മുമ്പ് 50 വട്ടം ഈ ആയത്ത് നമ്മൾ ഓതിയിട്ട് പോയാൽ അവന് ഖൈറാണ് എങ്കിൽ ഉറപ്പായും അത് കിട്ടാതെ മടങ്ങി വരൂലെന്നാണ്. അത് കിട്ടിയിരിക്കും. ഹലാലായ സമ്പാദ്യമായിരിക്കണം. പലിശയുമായി ബന്ധപ്പെടുന്ന ആ മേഖലകളിലേക്കൊന്നുമല്ല, ഹലാലായ മാർഗത്തിന് പോകുന്നതെങ്കിൽ അവൻ ഉറപ്പായും സമ്പത്ത്, ആ ജോലി അവൻ ലഭിച്ചിരിക്കും. അതോടൊപ്പം 11, സുബഹിക്ക് ശേഷം ഇത് ഒരു വട്ടമെങ്കിലും ഓതിയാൽ സ്വർഗീയ ഇരിപ്പിടം അവന് കണ്ടു മരിക്കുന്നതാണ്. സുബഹിക്ക് മുമ്പ്, സുബഹിക്ക് കഴിഞ്ഞ ഉടനെ ഓതിയാൽ സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കും. 12ാമത്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകണം. ഏത് ഭക്ഷണം ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ഭക്ഷണമാകട്ടെ, നാട്ടിലെ ഭക്ഷണമാകട്ടെ, അല്ലെങ്കിൽ കടയിലെ ഭക്ഷണമാകട്ടെ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭക്ഷണം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ കഴിക്കുന്നതിന് മുമ്പ് ഒരു വട്ടം നമ്മൾ ഓതിയിട്ട് ബിസ്മി ചൊല്ലി നമ്മൾ കഴിച്ചാൽ ഫുഡ് പോയിസൺ, ഭക്ഷ്യ വിഷബാധ നമുക്ക് കേൾക്കില്ല, ഭക്ഷണത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ട് നമുക്ക് വരില്ല എന്ന് മഹാരഥന്മാർ. അതുപോലെ ഗർഭവതികളുണ്ടാകും, അള്ളാഹു സുഖപ്രസവം കൊടുക്കട്ടെ, അള്ളാഹു അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഗർഭവതികൾ ഈ ആയത്ത് പതിവാക്കിയാൽ പ്രസവിക്കുന്ന വരെ സുരക്ഷയാണ് എന്ന് മഹാരഥന്മാർ. അതുപോലെ 14ാമത്തെ നേട്ടം, ഫർള് നമസ്കാര ശേഷം ഇതവർ ഒരു ദിവസം ഒരാള് 7 തവണ പതിവാക്കിയ, ദുഹറിന് ശേഷം, അസ്റിന്, മഗ്രിബ്, ഇശാ, സുബഹി, ഇങ്ങനെ ഓരോ വഖത്തിന് ശേഷവും 7 തവണ പതിവാക്കിയാൽ 7 നേട്ടങ്ങളാണ്. ഒന്ന്, അവൻ ഈമാനിൽ കരുത്തനാണ്. രണ്ടാമത്തത്, ദാരിദ്ര്യം വരൂല. മൂന്നാമത്തത്, ആരും, അതായത് അവനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന നിന്ദ്യന്മാര് പോലും ഈ മനുഷ്യനെ അംഗീകരിക്കാൻ തുടങ്ങും. അതുപോലെ 4ാമത്തത്, ഏത് കാര്യത്തിന് ഇറങ്ങിയാലും വിജയം ഉറപ്പാണ്. 5ാമത്തത്, കടങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹ് വീട്ടിൽ കൊടുക്കും. 6ാമത്തത്, അവൻ ആക്രമിക്കപ്പെടുന്നുവെങ്കിൽ, ഈ ജയിലിൽ അടക്കപ്പെടുന്നുവെങ്കിൽ, കുടുക്കിലാണ് എങ്കിൽ അള്ളാഹു മോചിതനാക്കും. 7ാമത്തത്, വഴികൾ, എന്തെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ടോ വഴികൾ തുറന്നു കൊടുക്കും. ഈ 7 മാർഗങ്ങൾ. പിന്നെയോ അവസാനത്തെ ഒരു നേട്ടം കൂടി പറഞ്ഞ ഏതായത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 14ഓളം ഗുണങ്ങളില്ലാതെ ഈ ഒരു അടയാളം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഏതൊന്ന് മനസ്സിലാവും. എന്നറിയോ? ഈ ഒരു മനുഷ്യൻ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇത് ഓതിയാൽ മഗ്രിബ് വരെ ആ മനുഷ്യൻ മരിക്കൂല. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ സുബഹി വരെ മരിക്കൂല. ഇത്രയേറെ മഹത്വമുള്ള ഏതാണ്? മനസ്സിലായ? ദീർഘായുസ് കിട്ടുന്ന ആയത്ത് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്ത് മനസ്സിലായിരുന്നു കമന്റ് ചെയ്തേ. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓതിയ മഗ്രിബ് വരെ മരിക്കൂല, മഗ്രിബ് കഴിഞ്ഞ് ഓതിയ സുബഹി നമസ്കാരം വരെ ആ മനുഷ്യന് മരണം സംഭവിക്കൂലെന്നാണ്. അത്രമാത്രം അത്ഭുതമായ പവറുള്ള ആയത്ത് ഏതാണ്? സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഓ, ഇതാരെന്നാ ഉസ്താദേ? നമ്മൾ എത്ര പേരിന്ന് ചൊല്ലി? ഇന്നലെ നമ്മൾ ചൊല്ലിയോ? ഇന്ന് നമ്മൾ ചൊല്ലിയോ? നമ്മൾ പതിവാക്കണം. അറിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പ, നമ്മളത് പതിവാക്കണ്ടേ, നമ്മൾ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കണ്ടേ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയെ പോലെ ഖുർആനിലായി ജീവിതം മാറ്റിവെക്കാൻ, ഒരുപാട് ഖത്മുകൾ ഓതാൻ, ഖുർആന്റെ ശുപാർശകരായി നമുക്ക് വരാൻ അല്ലാഹു നമുക്ക് വലിയ തൗഫീഖ് നസീബാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ലഖദ് ജാഅക്കും എന്ന് പറയുന്ന 2 ആയത്ത് നമ്മൾ കാണാതെ പഠിക്കണം.
ഇവിടെ വേറെ കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, ഉമ്മമാരെ, നിങ്ങൾക്ക് അശുദ്ധിയുള്ള സമയം ഖുർആൻ ഓതാൻ പറ്റില്ല. ഇതൊരു ദിക്റായിട്ട് നിങ്ങൾ മുറുകെ പിടിക്കണം. എങ്കിൽ അശുദ്ധിയുള്ള സമയത്തും നിങ്ങൾക്ക് ഇത് ഓതാൻ കഴിയും. ദിക്ർ എന്ന നിലയിൽ മുടങ്ങാതെ ഒരു ഔറാദായി, ഒരു ദിക്റായി ഇങ്ങനെ എപ്പോഴും ചൊല്ലി വന്നാൽ ഖുർആൻ ആയത്തല്ല, ഒരു ദിക്റാണ് എന്ന നിലയിൽ നിങ്ങൾക്കിത് അശുദ്ധിയുടെ സമയത്തും ഓതാൻ കഴിയും. നിങ്ങൾക്ക് ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു തരുവാനും ഇടങ്ങേറ് മുസീബത്തുകൾ മാറാനും നബിതങ്ങളെ സ്വപ്നത്തിൽ കാണാനും ഒക്കെ ഇതൊരു കാരണമാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെയുള്ള കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകളുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾക്കായി ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണില്ലേ? പറയും മനുഷ്യർ, ഉപകാരപ്രദമാണെന്ന് കമന്റ് ചെയ്ത്. എല്ലാ കാര്യങ്ങളും ഉപകാരപ്രദമാകുന്നുണ്ടോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നുണ്ടോ? ഈ ചാനൽ അതേ വെറുതെ നിങ്ങളെ സമയം കളയാണ്. നിങ്ങൾ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തിയ കമന്റിലായി. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലാണ് ബദറിൻ തീരം എന്നൊരു ചാനൽ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് വെള്ളിയാഴ്ച ഒഴികെ അസ്ഹാബുൽ ബദറിന്റെ പേരിൽ നടത്തപ്പെടുന്ന മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ജീവിത ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും തിബ്ബുസ്സലാത്തും ഹദ്ദാദ് റാത്തീബൊക്കെയായി ഒരുപാട് ആളുകൾ സംഗമിക്കുന്ന, ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ബദറിൻ തീരം എന്നാണ് അതിന്റെ പേര്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.